കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുമാണ്. നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് എന്നിവയാണ്. ഇതിൽ മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൾട്ടറേഷൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവയുടെ എല്ലാ ലിങ്കുകളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്, കൂടാതെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, അതിൻ്റെ ആൾട്ടറേഷനും മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസും എല്ലാം ആണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസ്പെക്ടസിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Articles of Association. Meaning എന്താന്ന് നോക്കാം. The Articles of Association, briefly called Articles, is the second important document which has to be filed with the registrar at the time of registration of the company. കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളിൽ രണ്ടാമത്തതാണ് ആർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്ന ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Articles of Association lays down the modes in which the object of the company are to be carried out by the members. Articles of Association lay down ചെയ്യുന്നത് modes ആണ്, ways ആണ്, in which the object of the company are to be carried out by the members. അതിലെ മെമ്പേഴ്സ് എങ്ങനെയാണ് കമ്പനിയുടെ ഒബ്ജക്ട്സ് നടപ്പിൽ വരുത്തേണ്ടത്, അതിൻ്റെ മോഡ്സ് ആൻഡ് വേയ്സ് ആണ്, അതിൻ്റെ രീതി ഏതൊക്കെയാണെന്നുള്ളതാണ് ആർട്ടിക്കിൾസിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. In case of conflict between the provisions of memorandum and articles, the provisions of the memorandum will prevail over the articles. ഈ ആർട്ടിക്കിൾസ് പറഞ്ഞിരിക്കുന്ന കാര്യവും മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ മെമ്മോറാണ്ടത്തിലെ പ്രൊവിഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുക. കാരണം മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ആർട്ടിക്കിൾസിൽ പറയേണ്ടത്. മെമ്മോറാണ്ടത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസിലെയും മെമ്മോറാണ്ടത്തിലെയും പ്രൊവിഷൻസിൻ്റെ ഇടയിൽ ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിന് മാത്രമേ പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ. The Articles of Association is subordinate to and controlled by the Memorandum of Association. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം, Articles of Association is subordinate to and controlled by the Memorandum of Association. Memorandum of Association വിധേയമാണ് ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ അതാണ് ആർട്ടിക്കിൾസിനെ കൺട്രോൾ ചെയ്യുന്നത്. The Articles of Association is defined in Section 2, Subsection 5. Section 2, Subsection 5-നകത്താണ് കമ്പനീസ് ആക്ട് 2013 Section 2, Subsection 5-നകത്താണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. As articles means articles of association of a company as originally framed. കമ്പനി തന്നെ തയ്യാറാക്കിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആവാം. ഓർ ആസ് ആൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം, സമയാസമയങ്ങളിൽ ആൾട്ടറേഷൻ മാറ്റം വരുത്തിയതാവാം. ഓർ അപ്ലൈഡ് ഇൻ പെർസ്യുവൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനി ലോ ഓർ ഓഫ് ദിസ് ആക്ട്, നേരത്തെയുള്ള ഏതെങ്കിലും കമ്പനി ലോ പ്രകാരമുള്ളത് അപ്ലൈ ചെയ്തതാവാം, അല്ലെങ്കിൽ ഈ ആക്ട് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ളത് അപ്ലൈ ചെയ്തതാവാം. Thus, the articles means the articles as originally framed or the articles altered or applied by the company from time to time. It is a document containing the rules and regulations framed by the company for its internal management. കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന്, ആഭ്യന്തര കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി തയ്യാറാക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരി ഔട്ട് ഇറ്റ്സ് ഒബ്ജക്ട്സ് enshrined in the Memorandum of Association. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരമാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത് നടപ്പിൽ വരുത്തുന്നത്. കമ്പനീസ് വിച്ച് മസ്റ്റ് ഹാവ് ദെയർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിർബന്ധമായിട്ടും വേണ്ട കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ഒബ്ലിഗേറ്ററി ഫോർ ദ കമ്പനീസ്. ഒന്ന്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് നിർബന്ധമാണ്. പബ്ലിക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അൺലിമിറ്റഡ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റാണ്. അതേസമയം ഹൗവർ ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി ഫോർ പബ്ലിക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, അവർക്ക് നിർബന്ധമില്ല. അതേസമയം പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. Many provisions in the Companies Act can be worked out only if it is authorized by its articles. കമ്പനീസ് ആക്ടിലെ
ആക്ടിൽ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്ന പല പ്രൊവിഷൻസും നമുക്ക് നടപ്പിൽ വരുത്തണമെങ്കിൽ അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓതറൈസേഷൻ വേണം. ആർട്ടിക്കിൾസിൽ അത് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സം ഓഫ് ദം ആർ, അതിൽ പ്രധാനപ്പെട്ട ഏതാനും പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു ഇഷ്യൂ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ആദ്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ടു ആക്സെപ്റ്റ് കോൾസ് ഇൻ അഡ്വാൻസ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കോൾസ് ഇൻ അഡ്വാൻസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് അതിന്മേൽ ഒന്നിച്ചല്ല ക്യാഷ് കമ്പനി കളക്ട് ചെയ്യുക. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ എന്നുള്ള രീതിയിലാണ് ക്യാഷ് കളക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ തന്നെയും സെക്കൻഡ് കോളും തേർഡ് കോളും എല്ലാം മുഴുവൻ എമൗണ്ട് ഒന്നിച്ച് ചില ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് പേ ചെയ്തു എന്ന് വരാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മുൻകൂറായിട്ട് കമ്പനി വിളിക്കാത്ത കോള് തന്നെ ഷെയർ ഹോൾഡേഴ്സ് മുൻകൂറായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്ക് ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ആർട്ടിക്കിൾസിൽ ആദ്യം ഓതറൈസ് ചെയ്തിരിക്കണം. അപ്പോൾ അന്നേരത്തും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിക്ക് ആവശ്യമാണ്. ടു ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വേണം. ടു കൺസോളിഡേറ്റ് ആൻഡ് ഡിവൈഡ് ഈ ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട് ദാൻ എക്സിസ്റ്റിംഗ് ഷെയർസ്. ഇപ്പം ഷെയർ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയറിനെ കൺസോളിഡേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസ് നിലവിലുള്ള ഷെയറിനേക്കാളും വലിയൊരു എമൗണ്ട് ഉള്ള ഷെയർ ആക്കിയിട്ട്, ഇപ്പോൾ നിലവിലുള്ള 500 രൂപയുടെ ഷെയർ ആണെങ്കിൽ അത് 1000 രൂപയുടെ ഷെയർ ആക്കി മാറ്റണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആവശ്യമാണ്. To convert his fully paid up shares into stock and to convert that stock into fully paid up shares. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ സ്റ്റോക്കാക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്റ്റോക്കിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആക്കി റീകൺവേർട്ട് ചെയ്യുന്നതിന് ഇത് ആവശ്യമാണ്. ടു സബ് ഡിവൈഡ് ഷെയർസ് ഇൻറ്റു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട് ദാൻ ഈസ് ഫിക്സഡ് ബൈ ദി മെമ്മോറാണ്ടം. അതിൻ്റെ ഷെയർസിനെ സ്മോളർ എമൗണ്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തതിന് ചെറുതാക്കി എടുക്കുന്നതിന് ടു സബ് ഡിവൈഡ് ഇറ്റ് ഷെയർസ് ഇൻറ്റു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട് ദാൻ ഈസ് ഫിക്സഡ് ബൈ ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതിനേക്കാളും ചെറിയ എമൗണ്ട് ആക്കി മാറ്റണമെങ്കിൽ, ഇപ്പോൾ 1000-ൻ്റെ ഷെയർ ആണെങ്കിൽ അത് 500 രൂപയുടെ ഷെയർ ആക്കി മാറ്റാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഫോംസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ വിവിധ ഫോംസ്. ദ ഫോംസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ ഗിവൺ ഇൻ ടേബിൾ എഫ്, ജി, എച്ച്, ഐ ആൻഡ് ജെ ഇൻ ഷെഡ്യൂൾ 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013-ൻ്റെ ഷെഡ്യൂൾ 1-നകത്ത് ടേബിൾ എഫ്, ജി, എച്ച്, ഐ, ജെ ഇതിലൊക്കെ ആയിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ രൂപങ്ങൾ ഫോംസ് തന്നിട്ടുണ്ട്. ടേബിൾ എഫ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് അങ്ങനെയുള്ള കമ്പനികൾക്കുള്ളതാണ് എഫ് എന്നുള്ള ഫോം. Then table G for articles of association of a company limited by guarantee and having a share capital. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവുക, അതോടൊപ്പം ഷെയർ ക്യാപിറ്റലും ഉണ്ടാവുക. അത്തരം കമ്പനികൾക്ക് ഉപയോഗിക്കാവുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ മോഡലാണ് ടേബിൾ ജി. ദെൻ ടേബിൾ എച്ച് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവുക, അതേസമയം ഷെയർ ക്യാപിറ്റൽ ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും. അത്തരം കമ്പനികൾക്കുള്ളതാണ് ടേബിൾ എച്ച്. ടേബിൾ ഐ ഫോർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് അൺലിമിറ്റഡ് കമ്പനി ആൻഡ് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. അൺലിമിറ്റഡ് കമ്പനിയാണ്, അതേസമയം ഷെയർ ക്യാപിറ്റലുണ്ട്. അത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഫോം എന്ന് പറയുന്നത് ടേബിൾ ഐ ആണ്. ദെൻ ടേബിൾ ജെ ഫോർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് അൺ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ലിമിറ്റഡ് കമ്പനിയാണ്, അതേസമയം ഷെയർ ക്യാപിറ്റൽ ഇല്ലാനും. അത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ടേബിൾ ജെ ആണ് AOAൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഫോമുകളിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോം അവർ യൂസ് ചെയ്യേണ്ടതാണ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി മസ്റ്റ് ബി ഇൻ വൺ ഓഫ് സച്ച് മോഡൽ ഫോംസ് ആസ് മേ ബി അപ്ലിക്കബിൾ ടു ദി കമ്പനി. The articles of association must be printed and divided into paragraphs which should be consecutively numbered. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിൻ്റ് ചെയ്തിരിക്കണം, അത് പാരഗ്രാഫുകളായിട്ട് വേണം ചെയ്യാൻ, പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് കോൺസിക്യൂട്ടീവ്ലി നമ്പർ ചെയ്തിട്ടുണ്ടായിരിക്കണം, തുടർച്ചയായിട്ട് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ജനറലി ഈച്ച് പാരഗ്രാഫ് ഷുഡ് കണ്ടെയ്ൻ 1 റെഗുലേഷൻ. സാധാരണഗതിയിൽ ഓരോ പാരഗ്രാഫിലും ഒരു റെഗുലേഷനാണ് വരിക. This document should be signed by the subscribers to the Memorandum of Association.
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തവരാരാണോ അവർ ഈ ഡോക്യുമെൻറ്റും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദേ മസ്റ്റ് ഓൾസോ റൈറ്റ് ദെയർ അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഒക്യുപ്പേഷൻ ഈഫ് എനി. അവരവരുടെ അഡ്രസ്സും ഡിസ്ക്രിപ്ഷനും ഒക്യുപ്പേഷനും ഒക്കെ ഇതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്, അത് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. The subscribers should sign in the presence of at least one witness who shall attest the signature of each subscriber. അപ്പോൾ ചുരുങ്ങിയത് ഒരു സാക്ഷിയുടെ മുമ്പിൽ വെച്ചിട്ടെങ്കിലും ആയിരിക്കണം ഇവർ സൈൻ ചെയ്യേണ്ടത്. ഇവരുടെ സിഗ്നേച്ചർ, ഓരോ സബ്സ്ക്രൈബറുടെയും സിഗ്നേച്ചർ ഇവർ ഈ വിറ്റ്നസ് അറ്റസ്റ്റ് ചെയ്തിരിക്കുകയും വേണം. ദ വിറ്റ്നസ് ഷാൾ ഓൾസോ റൈറ്റ് ദെയർ അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഒക്യുപ്പേഷൻ അക്കോർഡിംഗ്ലി. വിറ്റ്നസും അവരുടെ അഡ്രസ്സും ഡിസ്ക്രിപ്ഷനും ഒക്യുപ്പേഷനും എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇതന്നെയാണ് നമ്മൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ പഠിച്ചൊരു കാര്യം ഇവിടെ നമുക്ക് എഴുതാവുന്ന മാത്രമേ ഉള്ളൂ. ദെൻ കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഡെഫിനിഷൻ ഓഫ് ടേംസ് ആൻഡ് ഫ്രൈസസ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേംസിൻ്റെയും ഫ്രൈസസിൻ്റെയും ഒക്കെ മീനിങ് കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. ഇൻകോർപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ്, കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പ്, രജിസ്ട്രേഷൻ ആകുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അന്നേരത്തെ പ്രൊമോട്ടേഴ്സ് ഒത്തിരി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത്തരം പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദ റൈറ്റ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ്, ഷെയർ ക്യാപിറ്റൽ, അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എങ്ങനെ വേണമെന്നുണ്ടാവും. കാൾസ് ഓൺ ഷെയർസ്, എത്ര തവണയായിട്ട് വിളിക്കുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്, ഷെയറിന്മേൽ പേയ്മെൻറ്റ് നടത്തേണ്ട ആളുകൾ, അതായത് കോൾ വിളിച്ചതിന് ശേഷം അത് പേയ്മെൻറ്റ് വരുത്തുന്നതിൽ ഡീഫോൾട്ട് വരുത്തുകയൊക്കെ ആണെങ്കിൽ ഒരു സമയത്തിന് ശേഷം അത് ക്യാൻസൽ ചെയ്യാറുണ്ട് അത്തരം ഷെയർസ്. അതാണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഷെയർസ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുണ്ടായിരിക്കും. ലീൻ ഓൺ ഷെയർസ്, ഷെയർസുമുള്ള റൈറ്റ് ആണത്. ലീൻ ഓൺ ഷെയർസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറൻറ്റ്സ്, ഷെയറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെൻറ്റുകളാണ് ഷെയർ സർട്ടിഫിക്കറ്റുകളും ഷെയർ വാറൻറ്റ്സ് ഒക്കെ. അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിൽ ആൾട്ടറേഷൻ വരുത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വരും. ദെൻ കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ സ്റ്റോക്സ്, ഷെയറുകളെ സ്റ്റോക്കാക്കി കൺവേർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഡിവിഡൻഡ്, റിസർവ്സ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, റിസർവ്, പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എത്രമാത്രമാണ് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, പ്രോഫിറ്റുകൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജീരിയൽ പേഴ്സണൽസ്, മാനേജീരിയൽ പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ്. മീറ്റിങ്ങുകൾ എങ്ങനെ നടത്തണമെന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബോറോവിങ് പവേഴ്സ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എങ്ങനെയാണെന്നുള്ളത്. കോമൺ സീൽ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ കോമൺ സീല് കമ്പനിക്ക് ഉണ്ടായിരിക്കും, നമ്മൾ പറയാറുണ്ട്. എല്ലാ കോൺട്രാക്റ്റിലും മറ്റും അത് വെക്കേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് പ്രോക്സീസ്, വോട്ടിംഗ് റൈറ്റുകളെ കുറിച്ച്, പ്രോക്സീസിനെ കുറിച്ച്. വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ വൈൻഡപ്പ്, അതിൻ്റെ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ദ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി ഷാൾ ഓൾസോ കണ്ടെയ്ൻ സച്ച് മാറ്റേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് മെയ്ഡ് ചെയ്തിരിക്കുന്ന റൂള് പ്രകാരം പറഞ്ഞിട്ടുള്ള മാറ്റേഴ്സും ഈ കമ്പനിയുടെ ആർട്ടിക്കിൾസിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. ദ ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി മേ ഓൾസോ കണ്ടെയ്ൻ സച്ച് അഡീഷണൽ മാറ്റേഴ്സ് ആസ് മേ ബി കൺസിഡേർഡ് നെസസറി ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മാനേജ്മെൻറ്റിന് അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അഡീഷണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് എന്തൊക്കെയാണോ അവയും കമ്പനിയുടെ ആർട്ടിക്കിൾസിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. Then provisions relating to articles of association. Provisions relating to articles of association. The subscribers may frame rules and regulations on any matter which is necessary for internal management of the company. കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിന് ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അത്യാവശ്യമെന്ന് തോന്നുന്ന ഏതൊരു മാറ്റേഴ്സിന്മേലും സബ്സ്ക്രൈബേഴ്സിന് റൂൾസും റെഗുലേഷൻസും ഫ്രെയിം ചെയ്യാവുന്നതാണ്. But these provisions must not conflict with the provisions of the Companies Act. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊവിഷൻസ് ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത്തരം പ്രൊവിഷൻസ് ഒരിക്കലും കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസിനോട് എതിർത്ത് നിൽക്കുന്ന ഒന്നാകാൻ പാടില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാകാൻ പാടില്ല. These should not go beyond the powers of the company as contained in its memorandum of association. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് തയ്യാറാക്കുന്ന റൂൾസും റെഗുലേഷൻസും ഏതിനപ്പുറം പോകാനും പാടില്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പവർ അതിൻ്റെ പരിധിക്ക് അപ്പുറം പോകാനും പാടില്ല.
Any provisions of the articles which is contrary to the provisions of Companies Act or beyond the powers of the company shall be void and inoperative. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷൻ അത് കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസിന് വിരുദ്ധമാവുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ പവർ, അതായത് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പവറിനപ്പുറമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഷാൾ ബി വോയിഡ് ആൻഡ് ഇനോപ്പറേറ്റീവ്. അത് വോയിഡ് ആയിരിക്കും, അസാധുവായിരിക്കും, അത് നടപ്പിലാക്കാൻ പറ്റില്ല, ഇനോപ്പറേറ്റീവ് ആയിരിക്കും. സെക്ഷൻ 6 സബ്സെക്ഷൻ ബിക്കകത്താണ് പറഞ്ഞിരിക്കുന്നത്. The articles of company limited by guarantee must state the number of members with which the company is to be registered. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിരിക്കണം എത്ര മെമ്പേഴ്സിനെ വെച്ചിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെന്ന്. ആർട്ടിക്കിൾസ് ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി മസ്റ്റ് സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ദ കമ്പനി ഈസ് ടു ബി രജിസ്റ്റേർഡ്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനിയുടെ കേസിലും മെമ്പേഴ്സിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സെക്ഷൻ 40 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ആൾട്ടറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എ കമ്പനി ഹാസ് എ സ്റ്റാറ്റ്യൂട്ടറി പവർ ടു ആൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ, പ്രത്യേക പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഒരു കമ്പനിക്ക് അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യുന്നതിന്, മാറ്റം വരുത്തുന്നതിനുള്ള സ്റ്റാറ്റ്യൂട്ടറി പവർ ഉണ്ട്. The power to alter is subject to the conditions contained in the memorandum. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന, മെമ്മോറാണ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടീഷൻസിന് വിധേയമായിട്ടാണ് ഈ ആൾട്ടർ ചെയ്യാനുള്ള പവർ ഇരിക്കുന്നത്. അതിന് വിധേയമായിട്ടുള്ള പവറാണ് അവർക്കുള്ളത്. Such alteration is binding on every member of the company and no member shall object it. ഇത്തരം ഒരു ആൾട്ടറേഷൻ ആ കമ്പനിയിലെ മുഴുവൻ മെമ്പേഴ്സിനും ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ്, മുഴുവൻ മെമ്പേഴ്സിനെയും ബാധിക്കുന്നതാണ്. നോ മെമ്പർ ഷോൾ ഒബ്ജക്റ്റ് ഇറ്റ്. ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, ഒരാൾക്കും അതിനെ ഡിനൈ ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ദ ആർട്ടിക്കിൾസ് മസ്റ്റ് ബി ആൾട്ടേർഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഈ ആർട്ടിക്കിൾസ് നമ്മൾ ആൾട്ടർ ചെയ്യുന്നത് പരമമായ ഉത്തമവിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം. ദ വേർഡ് ആൾട്ടറേഷൻ ഇൻക്ലൂഡ്സ് അഡീഷൻ ആൻഡ് ഒമിഷൻസ്. ആൾട്ടറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡീഷൻസും ഒമിഷൻസുമാണ്. അത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലാവാം, നിലവിലുള്ളതിനെ ഒഴിവാക്കലാവാം. സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ആക്ടിലെ പ്രൊവിഷൻസിനെയും അതുപോലെ തന്നെ കണ്ടീഷൻസ് കണ്ടെയ്ൻസ് മെമ്മോറാണ്ടം, മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിന് വിധേയമായിക്കൊണ്ട് ഈ കമ്പനി മേ ആൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ്, ഒരു കമ്പനിക്ക് അതിൻ്റെ ആർട്ടിക്കിൾസ് മാറ്റാവുന്നതാണ്. ഇൻക്ലൂഡിങ് ആൾട്ടറേഷൻ ഹാവിങ് ദി ഇഫക്റ്റ് ഓഫ് കൺവേർഷൻ ഓഫ്, അതിനകത്ത് ഏതും കൂടെ വരും, താഴെ പറയുന്ന ഐറ്റംസിൻ്റെ കൺവേർഷൻ കാര്യങ്ങളും കൂടെ വരും. ഈ പ്രൈവറ്റ് കമ്പനീൻ്റെ പബ്ലിക് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് കമ്പനി ആക്കലാവാം, അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനി ആക്കലും, എല്ലാം ഈ ഒരു കണ്ടീഷൻസിനൊക്കെ വിധേയമായിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ പ്രൊസീജിയർ ഫോർ ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ആൾട്ടറേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. The proposed alteration is to be placed before the board of directors for approval. എന്ത് മാറ്റമാണോ നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ടോ, ആ പ്രപ്പോസ്ഡ് ആൾട്ടറേഷൻ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പാകെ സമർപ്പിക്കണം. ദ ബോർഡ് ഷാൾ ഡിസൈഡ് ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ ബോർഡാണ് തീരുമാനിക്കേണ്ടത്. ദ സെക്രട്ടറി ഈസ് ഓതറൈസ്ഡ് ടു കൺവീൻ ദ മീറ്റിംഗ്. ആ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് അധികാരമുള്ളത് സെക്രട്ടറിക്കാണ്. The board will also approve the draft of notice, special resolution and explanatory statement. ആ ബോർഡ് പിന്നെ അപ്രൂവ് ദ ഡ്രാഫ്റ്റ് ഓഫ് നോട്ടീസ്, നോട്ടീസിൻ്റെ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷന്, അതുപോലെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ ബോർഡ് അപ്രൂവ് ചെയ്യും. ഇഫ് ദ ആൾട്ടറേഷൻ റിക്വയർസ് ടേക്കിംഗ് ഓർ സബ്സ്ക്രൈബിംഗ് മോർ ഷെയർസ് ബൈ ദി മെമ്പേഴ്സ് ദാൻ ഓൾറെഡി ഹെൽഡ് ബൈ ദം, prior consent of the members in writing shall be necessary before passing the special resolution to this effect. നമ്മളൊരു ആൾട്ടറേഷൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ് കൂടുതൽ ഷെയറുകൾ വാങ്ങിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എടുക്കുകയൊക്കെ വേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ആൾട്ടറേഷൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരു ചുറ്റുപാട് വരുമെങ്കിൽ അവരുടെ മുൻകൂർ സമ്മതം വാങ്ങിക്കണം. അതും റിട്ടേൺ ഫോമിൽ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഏതിനു മുമ്പായിട്ട്? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകുന്നതിന് മുമ്പായിട്ട്. If the alteration requires taking or subscribing more shares by the members than already held by them, അവർ നേരത്തെ ഹെൽഡ് ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഷെയറുകളും മറ്റും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ആൾട്ടറേഷൻ കാരണം, പ്രയർ കൺസെൻറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻ റൈറ്റിംഗ്, മെമ്പേഴ്സിൻ്റെ മുൻകൂർ സമ്മതം റിട്ടേൺ ഫോമിൽ വാങ്ങിച്ചിരിക്കണം. ഷാൾ ബി നെസസറി ബിഫോർ പാസിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ദി ഇഫക്റ്റ്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം.
Then on the appointed day the meeting will be held to pass a special resolution. മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് ആ പറഞ്ഞ ഡേറ്റിൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്യും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. വിത്തിൻ 30 days ഓഫ് പാസിംഗ് സച്ച് റെസൊല്യൂഷൻ, അത്തരം റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ ഫോം നമ്പർ MGT14 വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീ ഹാസ് ടു ബി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ എലോങ് വിത്ത് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ ആ ഒരു റെസൊല്യൂഷൻ്റെ സർട്ടിഫൈഡ് കോപ്പി അടക്കം ഫോം നമ്പർ MGT14, അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫീസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ചില ഫീസ് അടക്കം രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. ഇഫ് ദ ആൾട്ടറേഷൻ ഈസ് ടു കൺവേർട്ട് പബ്ലിക് കമ്പനി ഇൻറ്റു പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനി ആക്കാനുള്ള അങ്ങനെയുള്ളൊരു ആൾട്ടറേഷനാണ് വരുത്തുന്നതെങ്കിൽ ദ കമ്പനി വിത്തിൻ 3 months ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ പാസ്സാക്കി 3 മാസത്തിനുള്ളിൽ should file an application in writing in form number 1B with the regional director of companies concerned for approval. ഇതുമായി ബന്ധപ്പെട്ട അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ റീജിയണൽ ഡയറക്ടർക്ക് ഫോം നമ്പർ 1B ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം, റിട്ടേൺ ഫോമിൽ കൊടുത്തിരിക്കണം. ആഫ്റ്റർ അപ്രൂവൽ, എന്നിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എ പ്രിന്റഡ് കോപ്പി ഓഫ് ദ ആർട്ടിക്കിൾസ് ആസ് ആൾട്ടേർഡ് ഷാൾ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അപ്രൂവൽ ഓർഡർ. അങ്ങനെ അപ്രൂവലിന് ശേഷം ആ അപ്രൂവൽ ഓർഡർ കിട്ടിയ ഡേറ്റ് തൊട്ട് 15 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മളുടെ ഈ ആൾട്ടർ ചെയ്ത മാറ്റം വരുത്തിയ ആർട്ടിക്കിൾസിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. In case the shares of the company are listed on a stock exchange as per SEBI Listing Obligation and Disclosure Requirement Regulation 2015, the company must forward to the exchange the copies of all notices sent to its shareholders. ഷെയർസ് സെബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി മസ്റ്റ് ഫോർവേഡ് ടു ദ എക്സ്ചേഞ്ച്, കമ്പനി എക്സ്ചേഞ്ചിലേക്ക് ഫോർവേഡ് ചെയ്യണം എന്ത് ദ കോപ്പീസ് ഓഫ് ഓൾ നോട്ടീസസ് സെൻഡ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് സെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ടീസിൻ്റെയും കോപ്പീസ് എക്സ്ചേഞ്ചിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. ആൾട്ടറേഷൻ ഈസ് മെയ്ഡ് ഇൻ കമ്പനീസ് ആർട്ടിക്കിൾസ്, കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഒരു ആൾട്ടറേഷൻ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എവറി കോപ്പി ഓഫ് ആർട്ടിക്കിൾസ് ഇഷ്യൂഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ആൾട്ടറേഷൻ, ആൾട്ടറേഷൻ നടന്ന ഡേറ്റിന് ശേഷം ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾസിൻ്റെ ഓരോ കോപ്പിയും ഷാൾ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ആൾട്ടറേഷൻ നടത്തിയതനുസരിച്ചായിരിക്കണം. അതായത് എന്ത് മാറ്റമാണോ വരുത്തിയിട്ടുള്ളത് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചതിന് ശേഷമുള്ള കോപ്പിയെ പിന്നീട് അങ്ങോട്ട് ഇഷ്യൂ ചെയ്യാവൂ. ഓൺ ഡീഫോൾട്ട്, ഇതിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ദ കമ്പനി ആൻഡ് എവറി ഓഫീസർ ഇൻ ഡീഫോൾട്ട് ഷാൾ ബി പണിഷബിൾ, കമ്പനി ആണെങ്കിലും എല്ലാ ഓഫീസേഴ്സ് ആണെങ്കിലും പണിഷബിൾ ആണ് വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ₹1000 ഫോർ ഈച്ച് കോപ്പി സോ ഇഷ്യൂഡ്. അങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാതെ ഇഷ്യൂ ചെയ്ത കോപ്പി എത്ര എണ്ണാണോ ഓരോ കോപ്പിക്കും ₹1000 വെച്ചിട്ട് അവർ ഫൈൻ എടുക്കേണ്ടതായിട്ട് വരും. സെക്ഷൻ 15 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. ദ ലിമിറ്റേഷൻസ് റെസ്ട്രിക്ഷൻ ഓൺ ദ പവർ ടു ആൾട്ടർ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാനുള്ള പവർ കമ്പനിക്ക് ഉണ്ടല്ലോ, അതിലുള്ള ലിമിറ്റേഷൻസ് റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, ആ ഒരു പവറിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ആൾട്ടറേഷൻ മസ്റ്റ് നോട്ട് എക്സീഡ് ദ പവേഴ്സ് കോൺഫേർഡ് അണ്ടർ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് ഒരിക്കലും മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പവേഴ്സിന് അപ്പുറം ആവാൻ പാടില്ല. ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ മെമ്മോറാണ്ടം വിൽ പ്രിവെയിൽ, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിനാണ് അവിടെ പ്രസക്തി ഉണ്ടാവുള്ളൂ, അതേ നിലനിൽക്കുള്ളൂ. ദ ആൾട്ടറേഷൻ മസ്റ്റ് നോട്ട് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് എനി ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ട്, കമ്പനീസ് ആക്ടിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമത്തിലെയോ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസിനോട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനൊത്തു പോകാത്ത രീതിയിലാവാൻ പാടില്ല ആൾട്ടറേഷൻ. ഇത് ആൾട്ടറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ഓർ ഓപ്പോസിറ്റ് പബ്ലിക് പോളിസി, പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതോ ഇല്ലീഗൽ ആയിട്ടുള്ള ഒന്നാവാൻ പാടില്ല ആൾട്ടറേഷൻ. ആൻ ആൾട്ടറേഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്, ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കരാർ ലംഘനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആൾട്ടറേഷൻ അത് ജസ്റ്റിഫൈഡ് അല്ല, അംഗീകരിക്കാവുന്ന ഒന്നല്ല. എനി ആൾട്ടറേഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് which tends to increase the liability of a member to contribute more than his shareholding is not binding on him unless his consent to it in writing. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യത കൂട്ടുന്ന, അതായത് കൂടുതൽ ഷെയർ വാങ്ങിക്കുക മറ്റോ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവരുടെ റിട്ടേൺ ഫോമിൽ കൺസെൻറ്റ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ഫോമിൽ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടില്ല എങ്കിൽ
അത്തരം കാര്യങ്ങൾക്ക് മെമ്പർ ബാധ്യസ്ഥരാവില്ല. എനി ആൾട്ടറേഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് വിച്ച് ടെൻഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ലയബിലിറ്റി ഓഫ് മെമ്പറുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന ഒരു ആൾട്ടറേഷൻ ആണെങ്കിൽ ഇറ്റ് കോൺട്രിബ്യൂട്ട് മോർ ദാൻ ഹിസ് ഷെയർ ഹോൾഡിംഗ്, അയാളുടെ ഷെയർ ഹോൾഡിങ്ങിനുള്ളതിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ലയബിലിറ്റി ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ അയാളതിന് ബാധ്യസ്ഥനായിരിക്കില്ല, അയാൾ നേരത്തെ സമ്മതം അറിയിച്ചിട്ടില്ല എങ്കിൽ. Then a company cannot justify a breach of contract with other parties by altering its articles. ഒരു കമ്പനിക്ക് ഒരിക്കലും അതിൻ്റെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടീസുമായിട്ട് ഉണ്ടാകുന്ന ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ, കരാർ ലംഘനത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. He shall remain liable for damages for his breach. അത്തരം ഒരു ബ്രീച്ച് മൂലം എന്ത് ഡാമേജസ് ആണോ ഉണ്ടാകുന്നത് അതിന് കമ്പനി ലയബിൾ തന്നെ ആയിരിക്കും. അതിൽ ആൾട്ടറേഷനൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. A reserved liability once created cannot be converted into unreserved liability by altering the articles, but it may be cancelled on a reduction of capital. ഒരു റിസർവ്ഡ് ലാബിലിറ്റി, എന്തെങ്കിലും ഒരു പർപ്പസിന് റിസർവ്, ആ റിസർവ്ഡ് ലാബിലിറ്റി ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നീട് അൺറിസർവ്ഡ് ലാബിലിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ആർട്ടിക്കിൾസിലൊരു മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനൊരു അൺറിസർവ്ഡ് ലാബിലിറ്റി ആക്കി മാറ്റിയെടുക്കാൻ കഴിയില്ല. ബട്ട് ഇറ്റ് മേ ബി ക്യാൻസൽഡ് ഓൺ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ റിഡക്ഷൻ ആയിട്ട് നമുക്കതിനെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, അല്ലാതെ അൺറിസർവ്ഡ് ലയബിലിറ്റി ആക്കാൻ പറ്റില്ല. The alteration must not be inconsistent with the order of the National Company Law Tribunal. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഓർഡറിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നാകാൻ പാടില്ല ആൾട്ടറേഷൻ. An alteration must not constitute a fraud on the minority, nor should it cause any hardship on the minority without any corresponding benefit to the company as a whole. ഒരു ആൾട്ടറേഷൻ ഒരിക്കലും മൈനോറിറ്റി വിഭാഗത്തിനോട് ഒരു വഞ്ചന കാണിക്കുന്ന രൂപത്തിലാവാൻ പാടില്ല. നോർ ഷുഡ് ഇറ്റ് കോസ് എനി ഹാർഡ്ഷിപ്പ് ഓൺ ദി മൈനോറിറ്റിയിൽ എന്തെങ്കിലും ഹാർഡ്ഷിപ്പിന് അത് കാരണമാവാൻ പാടില്ല, എന്തെങ്കിലും ഒരു ഹാർഡ്ഷിപ്പ്, ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. വിതൗട്ട് എനി കറസ്പോണ്ടിങ് ബെനിഫിറ്റ് ദ കമ്പനി ആസ് എ ഹോൾ, കമ്പനിക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാതെ. എ കമ്പനി മേ ഓൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഒരു കമ്പനിക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെ അതിൻ്റെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാവുന്നതാണ് ജനറൽ മീറ്റിങ്ങിൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ നോട്ട് ബൗണ്ട് ടു ദി ഔട്ട്സൈഡേഴ്സ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടത്തിലെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിലെയും പ്രൊവിഷൻസ് പ്രകാരം കമ്പനിയോ അതിൻ്റെ മെമ്പേഴ്സ് ഔട്ട്സൈഡേഴ്സിനോട് ബാധ്യതയുള്ളവരല്ല. The Articles of Association create no contract between the company and outsiders. Articles of Association കമ്പനിയുടെയും ഔട്ട്സൈഡേഴ്സിനെയും, കമ്പനിക്ക് പുറത്തുള്ളവരുടെയും ഇടയിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. Thus an outsider cannot enforce his right on the basis of company's Articles of Association. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഔട്ട്സൈഡർക്ക് അയാളുടെ റൈറ്റിനെ, അയാളുടെ അവകാശങ്ങളെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, അതിന് പ്രാബല്യത കൊണ്ടുവരാൻ പറ്റില്ല. Then comparison between memorandum and articles of association. രണ്ടിൻ്റെയും മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ, ഇറ്റ് ഈസ് എ സുപ്രീം ഡോക്യുമെൻറ്റ് ആസ് ഇറ്റ് ഡിഫൈൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ, അതിൻ്റെ ഭരണഘടനയായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്ന വളരെ സുപ്രീം ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഇറ്റ് ഈസ് ദ ചാർട്ടർ ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ അത് കമ്പനിയുടെ ചാർട്ടറാണ് നമുക്ക് പറയാം. ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടത്തിന് സബോർഡിനേറ്റ് ആയിട്ട്, അതിന് സപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്, അതിനെ പിന്താങ്ങി നിൽക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇൻ കേസ് ഓഫ് എനി കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ടു, മെമ്മോറാണ്ടം ഷാൾ പ്രിവെയിൽ. രണ്ടും തമ്മിൽ, മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഇടയിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിവിടെ മെമ്മോറാണ്ടത്തിനാണ് പ്രസക്തി ഉണ്ടാവുക. ഇറ്റ് ഡിഫൈൻസ് ദ ഒബ്ജക്റ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്പനി. മെമ്മോറാണ്ടം കമ്പനിയുടെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾസിനകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി വിച്ച് ആർ ഫോംഡ് ഫോർ ദി പർപ്പസ് ഓഫ് ക്യാരിയിങ് ഔട്ട് ദ ഒബ്ജക്ട്സ് ആസ് ലെയ്ഡ് ഓൺ ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഫോം ചെയ്യപ്പെടുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസിനകത്ത് വരുന്നത്. ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ആൻഡ് മെയിൻ ഡോക്യുമെൻ്റ് ഓഫ് ദ കമ്പനി. ഇത് കമ്പനിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്.
അതേസമയം ആർട്ടിക്കിൾസ് ഈസ് എ സപ്ലിമെൻ്ററി ഡോക്യുമെൻ്റ് ആൻഡ് സബോർഡിനേറ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിൻ്റെ ഒരു സപ്ലിമെൻ്ററി ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ മെമ്മോറാണ്ടത്തിൻ്റെ ഒരു സബോർഡിനേറ്റ് ഡോക്യുമെൻ്റ് ആണ്. Then it regulates the relationship of company with the outsiders, as the objects and powers of the company are made known to the outsiders through this document. മെമ്മോറാണ്ടം ആണ് കമ്പനിയെയും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ കമ്പനിയുടെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഔട്ട്സൈഡേഴ്സിനെ അറിയിക്കുന്നത് ഈ ഡോക്യുമെൻറ്റിലൂടെയാണ്. It regulates, the articles regulates the internal management of the company, as the rules and regulations contained in it describes the internal procedures to be followed by the company. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻ്റ് ആണ്, ആഭ്യന്തര കാര്യങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, അതിനകത്ത് വരുന്ന റൂൾസും റെഗുലേഷൻസും ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻറ്റേർണൽ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ദ കമ്പനി. കമ്പനി ആഭ്യന്തരമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഇൻറ്റേർണൽ പ്രൊസീജിയറുകളാണ് അതിനകത്ത് വിശദീകരിക്കുന്നത്. ഇറ്റ് കനോട്ട് ബി ഈസിലി ആൾട്ടേർഡ്. മെമ്മോറാണ്ടം നമുക്ക് എത്ര ഈസി ആയിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. The company has to follow strict procedure for the alteration of its registered office clause for shifting the registered office from one state to another. അതത്ര ഈസി ആയിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. അതിലൊരുപാട് സ്ട്രിക്റ്റ് പ്രൊസീജിയറുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഒക്കെ ആൾട്ടറേറ്റ് ചെയ്യണം, പിന്നെ ആൾട്ടറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കൊക്കെ തന്നെ ആൾട്ടറേഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല പ്രയാസമാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ആൾട്ടേർഡ് ആസ് കമ്പയർഡ് ടു ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൾട്ടർ ചെയ്യാവുന്നതാണ്. ദി പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് കമ്പൽസറി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യാം, അത് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അതേസമയം ആർട്ടിക്കിൾസിൻ്റെ പ്രിപ്പറേഷൻ ഈസ് നോട്ട് കമ്പൽസറി. എ പബ്ലിക് കമ്പനി മേ അഡോപ്റ്റ് ടേബിൾ എ. അതിൻ്റെ പ്രിപ്പറേഷൻ നിർബന്ധമല്ല, ഒരു കമ്പനിക്ക് ടേബിൾ എ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ എനി ആക്ട് വിച്ച് ഈസ് അൾട്രാ വയേഴ്സ് the memorandum is wholly void and cannot be ratified even by the whole body of shareholders. നമ്മൾ ഈ ഒരു എനി ആക്ട് വിച്ച് ഈസ് അൾട്രാ വയേഴ്സ്, നമ്മുടെ മെമ്മോറാണ്ടത്തിൻ്റെ പവറിൽ അപ്പുറം പോകുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ ഈസ് ഹോളി വോയിഡ്, അത് പൂർണ്ണമായിട്ടും അസാധുവായിരിക്കും. ആൻഡ് കനോട്ട് ബി റാറ്റിഫൈഡ് ഈവൻ ബൈ ദി ഹോൾ ബോഡി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് ചേർന്നാൽ പോലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, സാധൂകരിക്കാൻ പറ്റില്ല. Any act which is ultra vires the articles of association may be ratified by the shareholders. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നതിനപ്പുറം പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിന് റാറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ, അവർക്കത് അംഗീകരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആക്ട്സ് അൾട്രാ വയേഴ്സ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ മിയർലി ഇറഗുലർ ആൻഡ് നോട്ട് വോയിഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ ഓവർകം ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തികൾ അത് ജസ്റ്റ് ഇറഗുലർ ആക്ടിവിറ്റി മാത്രമേ ആവുള്ളൂ, അല്ലാതെ വോയിഡായിട്ട് കൂട്ടില്ല, അസാധുവായിട്ട് ട്രീറ്റ് ചെയ്യില്ല. മെമ്മോറാണ്ടം ഡസ് നോട്ട് കണ്ടെയ്ൻ പ്രൊവിഷൻസ് ഫോർ എൻട്രഞ്ച്മെൻറ്റ്. എൻട്രഞ്ച്മെൻറ്റിനുള്ള പ്രൊവിഷൻസ്, നമ്മൾ സ്ഥാപിക്കലോ ചില ആറ്റിറ്റ്യൂഡുകളും മറ്റുമൊക്കെ തന്നെ ഉറപ്പിക്കാം, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് മെമ്മോറാണ്ടത്തിനകത്ത് ഇല്ല. അതേസമയം ആർട്ടിക്കിൾസ് കണ്ടെയ്ൻസ് പ്രൊവിഷൻ ഫോർ എൻട്രഞ്ച്മെൻറ്റ്. ദെൻ മെമ്മോറാണ്ടം കനോട്ട് ബി ആൾട്ടേർഡ് വെരി ഈസിലി. മെമ്മോറാണ്ടം നമുക്ക് അത്ര എളുപ്പത്തിൽ ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾസ് ക്യാൻ ബി ആൾട്ടേർഡ് ഈസിലി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ബന്ധമായിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ കമ്പാരിസൺ ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ആയിക്കൊണ്ടൊക്കെ പറയാനുള്ളത്. എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് സെക്ഷൻ 5 സബ്സെക്ഷൻ 3 ആർട്ടിക്കിൾസിൻ്റെ എൻട്രഞ്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ദ 2013 ആക്ട് ഇൻട്രൊഡ്യൂസസ് ദ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കമ്പനീസ് ആക്ട് 2013 An entrenchment provision enables a company to follow a more restrictive procedure than passing a special resolution for altering a specific clause of Articles of Association. Articles of Associationലെ ഒരു സ്പെസിഫിക് ക്ലോസ് ആൾട്ടർ ചെയ്യുന്നതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതിയായിരുന്നു അല്ലേ. അതിലപ്പുറമായിട്ട് കുറച്ചും കൂടെ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന്, കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള, കുറച്ചും കൂടെ പ്രയാസമേറിയ റെസ്ട്രിക്റ്റീവായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് കമ്പനിയെ എനേബിൾ ചെയ്യിക്കുന്ന, പ്രാപ്തമാക്കുന്ന ഒന്നാണ് എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻ. കുറച്ചും കൂടെ പ്രൊട്ടക്ഷനാണ്. വളരെ എളുപ്പത്തിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മാറ്റാൻ പറ്റില്ല എന്നർത്ഥം.
In legal sense, it means the addition of the provisions which makes amendment either more difficult or almost impossible. It means the addition of the provisions. ഒരു പ്രൊവിഷനും കൂടെ അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുകയാണ് വിച്ച് മേക്സ് അമെൻമെൻറ്റ്സ്. അതായത് ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾസിനകത്ത് വരുന്ന അമെൻമെൻറ്റ്സ്, ഭേദഗതി അല്ലെങ്കിൽ ഒരു ആൾട്ടറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവുക അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോസിബിൾ ആയി മാറുകയാണ് അതുമൂലം ചെയ്തിട്ടുള്ളത്. The provisions for entrenchment shall only be made either on the formation of a company. ഈ എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ എപ്പോഴാണ് ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുക? കമ്പനിയുടെ ഫോർമേഷന്റെ സമയത്ത്, ഓർ ബൈ ആൻ അമെൻമെന്റ് ഇൻ ദ ആർട്ടിക്കിൾസ് എഗ്രീഡ് ടു ബൈ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയുടെ കേസസിൽ കമ്പനിയിലെ മുഴുവൻ മെമ്പേഴ്സിൻ്റെയും സമ്മതപ്രകാരം ആർട്ടിക്കിൾസിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടാണ് ഈ എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ ഉൾപ്പെടുത്താൻ പറ്റുക. ആൻഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമാണ് ആർട്ടിക്കിൾസിനകത്ത് അത് ഉൾപ്പെടുത്താൻ സാധിക്കുക. When the articles contain provisions for entrenchment, company shall give notice to registrar of such a provision in such forms and manner as may be prescribed in Rule 10 of Companies Incorporation Rules 2014. അപ്പം when the articles contain provisions for entrenchment, ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിനകത്ത് പ്രൊവിഷൻ ഫോർ എൻട്രഞ്ച്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കമ്പനി അതിനെ സംബന്ധിച്ചുള്ള നോട്ടീസ് ആർക്ക് സമർപ്പിച്ചിരിക്കണം? രജിസ്ട്രാർക്ക് സമർപ്പിച്ചിരിക്കണം. ആ നോട്ടീസ് കൊടുക്കേണ്ട ഫോർമാറ്റ് എന്താണെന്നുള്ളതാണ്, ഫോം ഏതാണെന്നുള്ളതാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂള് 2014 റൂൾ 10 പ്രകാരം പറഞ്ഞിരിക്കുന്ന അതനുസരിച്ച് ആ ഫോമിൽ വേണം ഈ പ്രൊവിഷൻസ്, ഈ ഒരു നോട്ടീസ് കൊടുക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. Till then, bye.